ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തമരയിലയാണ് കേട്ടോ. നമ്മുടെ പറമ്പിൽ ധാരാളമായിട്ടുണ്ട്. ഉണ്ടായതല്ല, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ വിത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം കുറച്ചധികം തന്നെ പാകി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ധാരാളമായിട്ടുണ്ട് കേട്ടോ. നമ്മൾ 2-3 തവണ ഇത് പറിച്ച് വറുത്തു. നമ്മുടെ ചക്കക്കുരുവൊക്കെ ഇട്ടിട്ട് വറുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. പിന്നെ വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആഴ്ചയ്ക്ക് 2 പ്രാവശ്യമൊക്കെ ഇത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. മഴക്കാലത്താണ് കേട്ടോ ഇത് ധാരാളമായിട്ട് ഉണ്ടാകുന്നത്. നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തിക്കും പിന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും എല്ലാം വളരെ നല്ലതാണ്. പിന്നെ ചർമ്മ രോഗങ്ങൾക്കും എല്ലാത്തിനും നമ്മുടെ ഈ തമരയില കറി വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ തളിരിലയാണ് കേട്ടോ നമ്മളിത് വറവൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ തളിരിലയാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ കുറച്ച് മൂത്ത ഇലയാകുമ്പോൾ കുറച്ച് ചെറിയൊരു കയ്പ്പ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ തളിരില നോക്കിയിട്ടാണ് നമ്മൾ വറവൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മുടെ ചക്കക്കുരുവൊക്കെ ഇട്ടിട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു പിടി എവിടെ നിന്നെങ്കിലും കിട്ടുവാണെങ്കിൽ എന്തായാലും എല്ലാവരും കറി വെച്ച് കഴിച്ച് നോക്കുക. കഴിക്കുന്നവരുണ്ടാവും, ഇല്ലാത്തവർ എന്തായാലും ഇത് കിട്ടുമെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ വിത്തൊക്കെ കിട്ടുവാണെങ്കിൽ നമ്മൾ എടുത്തു വെച്ചാൽ നമുക്ക് അടുത്ത പ്രാവശ്യം മഴക്കാലമാകുമ്പോൾ എതിരി കൊടുത്താൽ ധാരാളമായിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ മണ്ണൊന്ന് ജസ്റ്റ് കിളച്ച് കൊടുത്തിട്ടാണ് കേട്ടോ തമര വിത്ത് പാകി കൊടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല പോലെ ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പണ്ട് കാലങ്ങളിൽ വീട്ടിൽ അമ്മമ്മയൊക്കെ ഡെയിലി ഉണ്ടാക്കും കേട്ടോ. ഇത് പറിച്ചിട്ട് തമരയില എവിടെ നിന്ന് കിട്ടുവാണെങ്കിൽ അത് പറിച്ചിട്ട് ഡെയിലി നമുക്ക് വീട്ടിൽ ഈ തമര വറവ് ഉണ്ടാവും. അപ്പം മഴക്കാലമൊക്കെ അല്ലേ, അപ്പം നമ്മുടെ പറമ്പിലൊക്കെ ഒന്ന് പോയി നോക്കുക. എവിടെ നിന്നെങ്കിലും ഒരു പിടി കിട്ടുവാണെങ്കിൽ ഒന്ന് വെച്ച് കഴിച്ച് നോക്കുക. നല്ല ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം കേട്ടോ. അതുവരേക്കും ബൈ.